ഇലക്ട്രൽ ബോണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്നും പറഞ്ഞ് മുഖം തിരിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ അത് അങ്ങനെയല്ല, ഇത് നമ്മളെ ഒക്കെയും ബാധിക്കുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ 62 കുട്ടികൾ ഹോസ്പിറ്റലിൽ മരണപ്പെടുന്നു. അന്വേഷിച്ചപ്പോൾ വില്ലൻ മരുന്നാണ്. സർക്കാർ വിവരം WHO റിപ്പോർട്ട് ചെയ്യുന്നു. ആ മരുന്ന് കമ്പനി അടച്ചുപൂട്ടുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് WHO മറ്റൊരു കാര്യം കൂടി കണ്ടെത്തുന്നത്. ഇന്ത്യയിൽ ഇതേ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന്. കേന്ദ്ര സർക്കാരിനോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ കേന്ദ്രം അനങ്ങുന്നില്ല. കുഞ്ഞുങ്ങളുടെ മരണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുമ്പോഴും ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ മറുവശത്ത് വായും പൂട്ടി മിണ്ടാതെയിരിക്കുന്ന കേന്ദ്രം. എന്തുകൊണ്ടാണെന്നാ? ഈ കമ്പനിയുടെ കയ്യിൽ നിന്നും കോടികൾ ഇലക്ട്രൽ ബോണ്ടായി വാങ്ങി അവർക്ക് കുഞ്ഞുങ്ങളെ കൊല്ലാൻ അനുവാദം കൊടുക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. നിലവാരമില്ലാത്ത മരുന്നുകൾ നൽകിയതിന്റെ ഫലമായി വീണ്ടും വീണ്ടും മരണങ്ങൾ നടക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട കേന്ദ്രം അതിന് മൌനാനുവാദം നൽകുന്നു. ഭീകരമാണ് ആ അവസ്ഥ. മറ്റെല്ലാ രീതിയിലും ജനങ്ങളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ ആരോഗ്യത്തിനും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്നത് നമ്മൾ മുന്നേയും കണ്ടതാണ്. കോവിഡ് സമയത്തുൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മികച്ച ചികിത്സ ലഭിക്കാത്തതിന്റെ പേരിൽ നിരവധി കുഞ്ഞുങ്ങളും മുതിർന്നവരും മരിച്ച സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അതിന്റെ കൂടെയാണ് ഇതും.